കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വകാര്യ വണ്ടികൾ റെന്റ് കാറായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകളും ആക്ഷേപങ്ങളും പത്രങ്ങളും സോഷ്യൽ മീഡിയയിലും കാണുകയുണ്ടായി. നിയമം എന്താണ് പറയുന്നത്? 1989 ഇറങ്ങിയ റെന്റ് ക്യാബ് സ്കീം അനുസരിച്ച് റെന്റ് കാർ ബിസിനസ് നടത്തണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പക്കൽ നിന്ന് ലൈസൻസ് എടുക്കണം. ഈ ലൈസൻസിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. ഇതിന്റെ കാലാവധി 5 വർഷത്തേക്കാണ്. മാത്രമല്ല ഇതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമതായി അപേക്ഷയിൽ 50-ൽ കൂടുതൽ വണ്ടി ഉണ്ടായിരിക്കണം, 5-ൽ കുറയാതെ ബ്രാഞ്ച് ഓഫീസ് ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് വണ്ടികൾക്കെല്ലാം തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ടായിരിക്കണം. ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഇതിന് 1 വർഷത്തെ കാലാവധിക്ക് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കണമെങ്കിൽ 20,000 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രൈവറ്റ് വെഹിക്കിളും റെന്റ് കാറും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ്. റെന്റ് കാറിന്റെ നമ്പർ പ്ലേറ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് യെല്ലോയിലാണ്. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. പ്രൈവറ്റ് വെഹിക്കിൾ, സ്വകാര്യ വെഹിക്കിൾ ഒന്നും തന്നെ റെന്റ് കാറായിട്ട് ഓടാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. ഇതിന് ഹെവി ഫൈൻ വരും. അതോടൊപ്പം തന്നെ തടവ് ശിക്ഷ വേറെ. മാത്രമല്ല ഈ വണ്ടി പിടിച്ചെടുക്കാൻ MVDക്ക് അധികാരവുമുണ്ട്. സോ ഈ റെന്റ് കാർ ബിസിനസ് നടത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കാം. സോ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി പ്ലീസ് ഫോളോ.